തിരുവനന്തപുരത്ത് മുതലപ്പുഴയിൽ വീണ്ടും ഒരു അപകടമുണ്ടായി. അഴിമുഖത്ത് വള്ളം തലകീഴായി മറിഞ്ഞു, ഒരാൾക്ക് പരിക്കേറ്റു. മറ്റൊരാളെ രക്ഷപ്പെടുത്തി. അയാളിപ്പോൾ ചികിത്സയിലാണ്. MG പ്രതീഷ് മുതലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകും. പ്രതീഷ്, വിശദാംശങ്ങൾ. SKN കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുതലപ്പുഴയിൽ പൊഴി മുറിച്ചതോടുകൂടി തന്നെ മത്സ്യബന്ധനം പുനരാരംഭിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ മുതലപ്പുഴി അഴിമുഖത്ത് മത്സ്യബന്ധനത്തിനായി പോയ വള്ളം മറിഞ്ഞ അപകടമുണ്ടാകുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 2 പേരാണ് ഈ മത്സ്യബന്ധന വള്ളത്തിൽ ഉണ്ടായിരുന്നത്. ഈ പൊഴി മുറിച്ച് മുതലപ്പുഴി അഴിമുഖത്ത് നിന്ന് കടലിലേക്ക് പോകുന്നതിനിടയിൽ ശക്തമായ തിരമാല ഈ വെള്ളത്തിലേക്ക് ആഞ്ഞടിക്കുകയായിരുന്നു. തുടർന്ന് വള്ളത്തിൻ്റെ ദിശ തെറ്റി ഒരു സൈഡ് ഭാഗത്തേക്ക് വള്ളം പോവുകയും പിന്നീട് മറ്റൊരു തിര വന്ന വള്ളത്തെ തലകീഴായി മറിക്കുകയായിരുന്നു. 2 മത്സ്യത്തൊഴിലാളികൾ വള്ളത്തിലുണ്ടായിരുന്നു. ഈ ശക്തമായ തിരയടിയോടുകൂടി തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് വീണു. ഇതിൽ 2 പേരെയും ഇപ്പോൾ രക്ഷപ്പെടുത്തി എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അതിൽ ഒരു മത്സ്യത്തൊഴിലാളിക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഉള്ള ആളുടെ പരിക്ക് സാരമായ പരിക്കൊന്നും തന്നെ ഇല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നേരത്തെ തുടർച്ചയായി മുതലപ്പുഴയിൽ അപകടങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്ന് ഈ അഴിമുഖത്തുൾപ്പെടെ മണ്ണടിഞ്ഞ് മത്സ്യബന്ധനം നടത്താൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. പിന്നീട് ഈ മണലൊക്കെ തന്നെ നീക്കം ചെയ്തതോടുകൂടിയാണ് ഭാഗികമായെങ്കിലും മുതലപ്പുഴയിൽ ഈ മത്സ്യബന്ധനം പുനരാരംഭിച്ചത്. പക്ഷേ അങ്ങനെ മത്സ്യബന്ധനത്തിന് പോയി തുടങ്ങി കുറച്ച് നാൾ പിന്നിടുമ്പോൾ തന്നെ വീണ്ടും അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ മുതലപ്പുഴയിലെ അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെയൊക്കെ തന്നെ മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രതിഷേധത്തിലായിരുന്നു. തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്നു, മത്സ്യത്തൊഴിലാളികൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിപ്പോഴും ആവർത്തിക്കുന്നു, തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SKN.